ഹായ് ഫ്രണ്ട്സ്. ശരിക്കും പറഞ്ഞാലേ ഈ സ്കൂൾ കാലഘട്ടത്തിനൊക്കെ ശേഷം ഇപ്പോഴാണ് ശരിക്കും ഒരു 5 മണി സമയത്തൊക്കെ ഞാൻ രാവിലെ ഒന്ന് എണീക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി അവർ സ്കൂളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എണീക്കുന്ന സമയമൊക്കെ കുറച്ചും കൂടെ നേരത്തെ ആവും അല്ലേ. അവരുടെ സ്കൂൾ ബസ്സൊക്കെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ അവരെ സ്കൂളിൽ വിടാൻ ടൈം ആകുമ്പോഴേക്കും നമുക്കെല്ലാം റെഡി ആണമല്ലോ. എൻ്റെ മോൾക്ക് ഇപ്പോൾ 8 വയസ്സായെങ്കിലും എൻ്റെ സമയം രാവിലെ എണീക്കുന്ന സമയം ഇതുവരെ ഒരു 5 മണിയിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഏർലി മോർണിംഗ് റീസെറ്റാണ്. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ശാന്തി എന്നാണ്. കുറേ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നത് കേട്ടോ. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുതൽ നമുക്ക് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമേ. വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. പല തവണയായിട്ടേ ഈ രാവിലെ എണീക്കാനൊക്കെ ട്രൈ ചെയ്യും. 2-3 ദിവസമൊക്കെ ഓക്കെയാണ്. പിന്നീട് അങ്ങോട്ട് വീണ്ടും ചങ്ങരം തെങ്ങൽ എന്ന് പറയുന്ന പോലെ ഞാൻ മടി പിടിക്കും. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഈ മടിയുടെ ഒരു തുടക്കം വരുന്നത്. അതുവരെയൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊണ്ടുപോയാലും ഞായറാഴ്ച ആകുമ്പോഴേക്കും പിന്നെ ലീവാണല്ലോ. അപ്പോൾ പതിയെ എണീറ്റാൽ മതിയല്ലോ എന്ന് ചോദിച്ച് പതിയെ എണീക്കും. തിങ്കളാഴ്ച ആകുമ്പം അതുപോലെ തന്നെ വീണ്ടും രാവിലെ എണീക്കാൻ മടിയാകും. ഈ അടുത്തിടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നപ്പോഴാണ് കേട്ടോ രാവിലെ എണീക്കേണ്ടതിൻ്റെയും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. എല്ലാ പ്രാവശ്യവും തുടങ്ങി പകുതി വഴിയിൽ സ്റ്റോപ്പാവും. ഈ പ്രാവശ്യം അങ്ങനെ ആവരുതെന്ന് കരുതിയിട്ടാണ് എങ്കിലും എന്തുകൊണ്ട് ഇത് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് എടുത്തുവിടാമെന്നൊരു പ്ലാൻ വന്നത്. അങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെയാണല്ലോ എല്ലാവരുടെയും ഒരു ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്. ഇപ്പോൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും പഠിക്കാനാണെങ്കിലും ഓൺ ബിസിനസ് ചെയ്യാനാണെങ്കിലും ഏൺ ചെയ്യാനാണെങ്കിലും അങ്ങനെ പുതിയ പുതിയ എല്ലാ ശീലങ്ങളും ഇപ്പം വർക്കൗട്ട് ചെയ്യാനാണെങ്കിലും എല്ലാ പുതിയ ശീലങ്ങൾക്കും നമ്മൾ യൂട്യൂബിനാണല്ലോ ആശ്രയിക്കുന്നത്. സോ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ എനിക്കെന്തുകൊണ്ട് യൂട്യൂബിനെ യൂസ് ആക്കിക്കൂടാന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു ആലോചന വന്നത് കേട്ടോ. അപ്പോൾ അലാറമൊക്കെ വെച്ച് 5 മണിക്ക് എണ്ണീറ്റെങ്കിലും കറണ്ട് ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ എന്ത് ചെയ്യാനാണ്, കുറച്ച് നേരം കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ 6 മണിക്കാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണീറ്റ് വന്നപ്പോൾ മുറ്റത്തൊക്കെ നല്ല വെട്ടം ഉണ്ടായിരുന്നു. സാധാരണ കുഞ്ഞിട്ട് 6 മണിക്കാണ് എണ്ണീക്കാറുള്ളത്. ഇന്നും പതിവ് തെറ്റിക്കാതെ ആളെൻ്റെ ഒപ്പം എണ്ണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണ്ണീറ്റ് ഒന്ന് കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി നിന്നു. അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ചു ഒന്ന് ഫ്രഷായി. പിന്നെ വേഗം വന്ന് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. എല്ലാ ദിവസവും രാവിലെ എണ്ണീറ്റ് വിളക്ക് കത്തിക്കുന്ന ശീലമൊന്നുമില്ല. കർക്കിടക മാസമൊക്കെ ആണല്ലോ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലെ എണീക്കുമ്പോൾ കുറച്ചൊരു എനർജി വേണമെന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ രാവിലെ വിളക്ക് കത്തിക്കാറുണ്ട്. ഇപ്പം ചിലരെങ്കിലും ചോദിക്കും രാവിലെ എണീറ്റ് കുളിക്കാൻ നനയ്ക്കൊന്നും ചെയ്യാതെയാണോ വിളക്ക് കത്തിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് മേലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ കിടക്കാറുള്ളത്. ദിവസം 2 നേരം നമ്മൾ കുളിക്കാറുണ്ടല്ലോ. രാവിലെ തല നനയ്ക്കും, വൈകുന്നേരം ജസ്റ്റ് മേൽ മാത്രം കഴുകിയിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു ബേസിക് ഹൈജീൻ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്ന ആളുകളാണല്ലോ. എനിക്ക് ഈ ടൂ മച്ച് ഇത്തരം കാര്യങ്ങളിലൊന്നും ഭയങ്കര വിശ്വാസമില്ല കേട്ടോ. നമ്മൾ 4 നേരം കുളിച്ച് നനച്ച് വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമേ അടുത്തുള്ളവർ മുടിഞ്ഞു പോണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും നമ്മൾ എത്ര കുളിച്ചെന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ മനസ്സിലൊരു നല്ല ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വിളക്ക് കത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് സ്വയം ഒരു ആശ്വാസവും സന്തോഷവും കിട്ടുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു മൂഡ് ഓഫ് തോന്നുന്ന സമയത്ത് രാവിലെ നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നത്. അത് മാത്രമല്ല കിച്ചണിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് കുളിച്ച് ഫ്രഷായിട്ട് പോകാനാണ് കേട്ടോ ഇഷ്ടം. അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിളാണ്. അപ്പം വീട്ടിലെ ജോലികളെല്ലാം തീർന്ന് കുളിച്ചൊന്ന് ഫ്രഷായി കഴിഞ്ഞാൽ നേരെ നമുക്ക് ജോലിക്ക് പോകാമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം എണീറ്റതുകൊണ്ടാണ് നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജിഞ്ചർ ടീ കുടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഹെൽത്തൊക്കെ കുറച്ച് നോക്കുന്നതുകൊണ്ട് കഴിവതും പാലും കാര്യങ്ങളും ചായയും ഒക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. രാവിലെ ഈ ഒരു ജിഞ്ചർ ടീ മാത്രമാണ് കുടിക്കാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾക്കും ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ ഡേ 2 എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നാളെ നോക്കാവേ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം.